ആപ്കി അദാലത്തിൽ കോൺഗ്രസ് നേതാവായ ജ്യോതി ആദിത്യരാജ് സിന്ധ്യയുടെ മേലുള്ള കുറ്റാരോപണം അദ്ദേഹം ഇപ്പോഴും മഹാരാജാവിന്റെ കാലഘട്ടത്തിൽ ജീവിക്കുന്നു എന്നുള്ളതാണ്. ഇത് സത്യമാണോ? താങ്കൾ ഗോളിയറിലേക്കൊക്കെ പോകുന്ന സമയത്ത് ജനങ്ങൾ താങ്കളെ മഹാരാജാവെന്ന് വിളിക്കണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നു? തീർച്ചയായിട്ടില്ല. ഞാൻ ഈ 21st സെഞ്ച്വറിയിലെ ഈ ഇന്ത്യയുടെ ഒരു പൗരനാണ്. എൻ്റെ ഒരു കഷ്ടപ്പാടും പിന്നെ സത്യസന്ധമായിട്ട് അതിലെനിക്ക് പേര് കിട്ടുവാണെങ്കിൽ അത്രത്തോളം സന്തോഷം. അത് മതി എനിക്ക്. എൻ്റെ വിദ്യാഭ്യാസം അതൊക്കെ അങ്ങനെ ഒരു വഴി കൂടെയാണ് വന്നത്. പണി പോലും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഉണ്ടായിരുന്നത്. ഇന്ന് ജനങ്ങൾക്ക് സേവ ചെയ്യാനും ആ ഒരു അവസ്ഥയിൽ തന്നെ ഞാനുള്ളത്. എൻ്റെ ചിന്ത എന്ന് പറയുന്നതും എപ്പോഴും അങ്ങനെ തന്നെയാണുള്ളത്. എൻ്റെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയമല്ല. എൻ്റെ ലക്ഷ്യം ജനങ്ങൾക്ക് സേവ ചെയ്യുന്നതാണ്. ഒരാളുടെ ജീവിതത്തിൽ ഒരു മാറ്റം നമ്മൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അത് തന്നെയാ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു വിജയമായിട്ട് ഞാൻ കരുതുന്നു. അവിടെ ഉള്ളവർ പറയുന്നത് ഞാനാണ് നിങ്ങളുടെ ദൈവമെന്ന് അവർ പറയണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നു? ഇല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞില്ല. പറഞ്ഞിട്ടില്ലേ? തീർച്ചയായിട്ടും അങ്ങനെ പറഞ്ഞിട്ടില്ല. അതിന്റെ തെളിവുകൾ ഞാൻ കാണിക്കട്ടെ? ഇല്ല, ഒരു വീഡിയോ മാത്രം പുറത്തു വന്നു. അത് ഞാൻ തന്നെ പറഞ്ഞേക്കാം. കണ്ടിരുന്നു. ഞാൻ തന്നെ പറയാം, നിങ്ങൾ കാണിച്ചു കൊടുക്കും. जिस तरीके से आपके साथ मैंने सतत संवाद रखा है, सतत संपर्क रखा है, ये चुनाव मेरा चुनाव नहीं होना चाहिए. ये चुनाव तो जिस तरीके से भगवान के रूप में मैं आपको हर महीने आपके बीच में आकर आपके समस्याओं का समाधान निकालता हूं, विकास प्रगति लाता हूं, उसी तरह मतदान के दिन एक दिन प्रजातंत्र के मंदिर में जाकर, मतदान के केंद्र में जाकर. ഈ വീഡിയോ ഓൾറെഡി എല്ലാവരും കാണിച്ചതാണ്. ആ TV ലൈനിൽ തന്നെ ഞാൻ പറഞ്ഞതാണത്. 10 പ്രാവശ്യം ഞാൻ അന്ന് തന്നെ പറഞ്ഞതാണ്, എനിക്ക് എൻ്റെ ജനങ്ങൾ മാത്രമാണ് ദൈവം. അവരെ കാണാനായിട്ട് ഓരോ മാസവും അവരുടെ മുന്നിൽ ചെന്ന് ഞാൻ നിന്നിരിക്കും. കാരണം എൻ്റെ ഒരു മണ്ഡലത്തിൽ എനിക്ക് ജനങ്ങൾക്കും അങ്ങനെ ഒരു ബോണ്ടിങ് ആണുള്ളത്. ചിലപ്പോൾ ഞാൻ അറിയാണ്ട് ഒരു വാക്ക് പറഞ്ഞിരിക്കാം. നിങ്ങൾ കാണുന്നതും അങ്ങനത്തെ ഒരു കാര്യമാണ്. ഞാൻ ഒരിക്കലും അങ്ങനത്തെ ഒരു വാക്കിന് പിന്നാലെ നിൽക്കുന്ന ആളെ അല്ല. എവിടെ തെറ്റുണ്ടെങ്കിൽ അത് 100% സമ്മതിക്കുന്ന ആളാണ്. വളരെ നല്ല കാര്യം തന്നെയാണ്. വേഗം 2-3 ചോദ്യങ്ങൾ ചോദിക്കൂ. അവിടെ സെക്കൻഡ് റോയിൽ ചോദിക്കൂ. ഇപ്പൊ റീസെന്റ് നോക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഒരുപാട് ആക്റ്റീവ് ആയിട്ടുണ്ട്. എന്റെ ചോദ്യം എന്താന്ന് വെച്ചാൽ, രാഹുൽ ഗാന്ധി ഇപ്പൊ ആക്റ്റീവ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിലും പറയാം. ആരെങ്കിലും നിങ്ങളോട് പറയുന്നുണ്ടോ ഇങ്ങനെ തന്നെ സംസാരിക്കണമെന്ന്? അല്ലെങ്കിൽ അദ്ദേഹം ഹോംവർക്കും ചെയ്തിട്ട് വരുന്നില്ല? പക്ഷേ ഈ ഇടയ്ക്ക് ഫുട്പാത്തിനെ കുറിച്ചുള്ള ന്യൂസ് കണ്ടായിരുന്നു, അതും അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ വെച്ച്. പക്ഷേ അത് കോൺഗ്രസിലെ ഭരണത്തിൽ ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണെന്നാ വിചാരിച്ചിരുന്നത്. എന്നിട്ടും ആ ഫുട്പാത്തിന്റെ കാര്യം അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ എങ്ങനെയാണ് വന്നത്? അദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? അദ്ദേഹം ഹോംവർക്ക് കറക്റ്റായിട്ട് ചെയ്യുന്നില്ലേ? നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. അത് മാത്രമല്ലാണ്ട് നിങ്ങളുടെ ചോദ്യം മൂലം ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അതായത് ആ ഫുഡ് പാർക്ക് കോൺഗ്രസിന്റെ ഭരണത്തിലല്ല ക്യാൻസൽ ആയത്. ആ ഫുഡ് പാർക്ക് ജൂൺ 30, 2014 ക്യാൻസൽ ആയതാണ്. അതായത് BJP വന്നതിന് ശേഷം ആ ക്യാബിനറ്റ് നോട്ടും ഞങ്ങളുടെ അടുത്തുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനത് കാണിച്ചു തന്നേക്കാം. സർ, ഞാൻ ഒരുപാട് ചാനൽസിൽ കണ്ടിട്ടുണ്ട് ആ ഫുട്പാത്ത് വരാത്തത് കോൺഗ്രസിന് ഭരണം ഇപ്പൊ ഉണ്ടായിട്ടും അത് വരുത്തില്ലെന്നുള്ളത് നേരത്തെ തന്നെ തീരുമാനിച്ചതാണെന്ന്. അത് ക്യാൻസൽ ചെയ്ത് 1 വർഷത്തിന് ശേഷം പെട്ടെന്ന് രാഹുൽ ഗാന്ധിയുടെ ഓർമ്മയിൽ വന്നു. അവിടെ ഫുട്പാത്ത് കെട്ടിയില്ല, പിന്നെ BJP അത് ക്യാൻസൽ ചെയ്തു. ഞാൻ പിന്നെയും പറയുവാണ് നിങ്ങളുടെ അടുത്ത്, എനിക്ക് ആ ഓർഡർ നിങ്ങളുടെ എല്ലാവരുടെ മുന്നിലും എടുത്തുകൊണ്ടൊന്ന് കാണിക്കാൻ പറ്റും. അതായത് ജൂൺ 30, 2014 അന്ന് ഒരു മീറ്റിംഗ് നടന്നിരുന്നു ഫുഡ് പ്രോസസിംഗ് മിനിസ്ട്രി കൂട്ടത്തില്. ആ ഫുഡ് പാർക്കിന്റെ ഇത് ക്യാൻസൽ ചെയ്തു. ജൂൺ 30, 2014 BJPയുടെ ഭരണത്തിൽ അവർ ക്യാൻസൽ ചെയ്തു. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, രാഹുൽ ഗാന്ധി ഒരു ഹോംവർക്കും ചെയ്തിട്ട് വരുന്നില്ലെന്നുള്ളൊരു കുറ്റാരോപണമുണ്ട്. ഇല്ല, അദ്ദേഹം ഹോംവർക്ക് തീർത്തിട്ടാണ് വരുന്നത് ഓരോ കാര്യത്തിലും. കാരണം നിങ്ങളത് കണ്ടിരിക്കുമല്ലോ. അതായത് പാർലമെന്റിലും പുറത്തോ അദ്ദേഹം ഒരു കാര്യം എടുത്ത് സംസാരിക്കുവാണെങ്കിൽ അത് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടായിരിക്കും.